വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ മാറിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ അധ്യായം ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. ഈ ഒരു അധ്യായം ചരിത്രം എന്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വസ്തുതകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പരീക്ഷകളിൽ ഉപകാരപ്പെടും. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു അധ്യായത്തിൽ പ്രാദേശിക ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും വിഴിഞ്ഞം എന്ന പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, കോമൺ ഇറ 9-10 നൂറ്റാണ്ടുകളിൽ കേരളം ഭരിച്ചിരുന്ന ആയി രാജവംശത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം. കൂടാതെ ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനം, ആരാണ് ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനം രചിച്ചത്? ആറ്റൂർ കൃഷ്ണപിഷാരടി. അദ്ദേഹം ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്, പാണ്ഡ്യന്മാരാൽ പരാജയപ്പെട്ട ആയിക്കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ട്. അതുപോലെ തന്നെ ലീലാതിലകം എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയത് ലീലാതിലകകാരനാണ്. കാരണം വ്യക്തമായിട്ട് അറിയില്ല അത് ആരാണ് എഴുതിയതെന്ന്. അത് മലയാളത്തിലെ നിരന്തരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിഴിഞ്ഞത്തെ വിജയപുരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് ജൈന മുനിയായിട്ടുള്ള ഉദ്യോധനസുരിയാണ്. അദ്ദേഹത്തിൻ്റെ കൂവഴമാല എന്ന കൃതിയിലാണ് വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ച കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ്റെ ശാസനത്തിൽ ഈ ഒരു വിഴിഞ്ഞത്ത് ഒരു കോട്ട നിലനിന്നതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഓർത്തുവെക്കുക, വിഴിഞ്ഞത്തെ കോട്ടയെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ്റെ ശാസനത്തിലാണ്. വിജയപുരി എന്ന് പരാമർശിച്ചിട്ടുള്ളത് ഉദ്യോധനസുരി എന്ന ജൈനമുനി രചിച്ച കൂവയമാലയിലാണ്. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? പാണ്ഡ്യന്മാർ ആയി രാജവംശത്തെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറി എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, 9-10 നൂറ്റാണ്ടുകളിൽ ആയി രാജവംശത്തിൻ്റെ കേന്ദ്രമായിട്ട് വിഴിഞ്ഞത്തെ പറയുന്നുണ്ട്. 9-10 നൂറ്റാണ്ടുകളിൽ കേരളം ഭരിച്ചിരുന്നത് ആരാണ്? ആയി രാജവംശമാണ്. അതുപോലെ തന്നെ സംഘകാലത്ത് തന്നെ വളരെ പ്രാധാന്യമർഹിച്ച ഒരു പ്രദേശമായിരുന്നു വിഴിഞ്ഞമെന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള പുരാവസ്തു വകുപ്പ് നടത്തിയ അന്വേഷണങ്ങളിലാണ് വിഴിഞ്ഞത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിഴിഞ്ഞവുമായി വിദേശ രാജ്യങ്ങളായ റോമൻ, ചൈന ഇവരൊക്കെ വാണിജ്യ ബന്ധം നടത്തിയിരുന്നു. അതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. റോമൻ നിർമ്മിതമായിട്ടുള്ള പാത്രങ്ങൾ, അതുപോലെ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള പാത്രങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. റോമൻ നാണയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റു വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞവുമായിട്ട് അല്ലെങ്കിൽ കേരളവുമായിട്ട് റോമ അതുപോലെ ചൈനക്കാർക്കൊക്കെ വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. വിഴിഞ്ഞത്ത് ധാരാളം വ്യത്യസ്ത മതങ്ങളുടെയൊക്കെ ആരാധനാലയങ്ങൾ കാണാം. ഇത് അവിടുത്തെ മതസഹിഷ്ണുതയെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഓർമ്മിച്ചു വെക്കുക, ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. ഷെൻഹുവ 50 എന്ന് പറയുന്ന കപ്പലാണ് ആദ്യമായിട്ട് ഇവിടേക്ക് ചരക്ക് കൊണ്ടുവന്നത്. ആഴമേറിയ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സീപോർട്ടാണ് വിഴിഞ്ഞം. ഓർമ്മിച്ചു വെക്കണം, പ്രാദേശിക ചരിത്ര രചനയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം സ്രോതസ്സുകളെയാണ് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ളത്. അതിലൊന്ന് പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ, നാണയങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിനു സഹായിച്ചിട്ടുണ്ട്? വിഴിഞ്ഞത്തെ ചരിത്രം പുനർനിർമ്മിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ചരിത്രത്തിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന
പഠനശാഖയാണ് ചരിത്രം. ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിച്ചിട്ടുണ്ടാകും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ലഭ്യമായ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. ഇനി ചരിത്രരചനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിച്ചിട്ടുണ്ടാകും. അവ സമാഹരിച്ച് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് നമ്മുടെ പഴയ കാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ പ്രാദേശിക ചരിത്രം ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യാചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സ്പഷ്ടമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക ചരിത്രം. ഇനി ചരിത്രം എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ചരിത്രം നിർമ്മിക്കുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രം എന്ന് പറയുന്നത് പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ ചരിത്രരചനയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിലാണ് ചരിത്രത്തിൽ വിലയിരുത്തുന്നത്. ഇനി പ്രാദേശിക ചരിത്രത്തിലാണെങ്കിലോ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങളുടെയൊക്കെ ചരിത്ര പ്രാധാന്യം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും നമുക്ക് ചരിത്രരചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. ഇപ്പം ചരിത്രരചനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നാണയങ്ങൾ, സ്മാരകങ്ങൾ, പുരാവസ്തുക്കൾ, സാഹിത്യകൃതികൾ, സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ചരിത്ര സ്രോതസ്സുകളാണ്. കാരണം ഇവയെല്ലാം അല്ലെങ്കിൽ ഇവയിൽ നിന്നെല്ലാം പഴയ കാലങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാമത്തേത് പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ. പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സിൽ ഉൾപ്പെടുന്നത് ശിലാസ്മാരകങ്ങൾ, ഗുഹകൾ, പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ. നമുക്ക് ആദ്യം എന്താണ് ശിലാസ്മാരകങ്ങളെന്ന് നോക്കാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ശിലാസ്മാരകങ്ങൾ. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരകശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. കേരളത്തിലെ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ജില്ലകൾ ഇടുക്കി, മലപ്പുറം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ തവനൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, ഇടുക്കി ജില്ലയിലെ മറയൂർ തുടങ്ങിയവ ഇത്തരം ശിലാസ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ജില്ലകളാണ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഈ വലിയ സ്മാരകശിലകളൊക്കെ ഉപയോഗിച്ചിരുന്നത് ശവസംസ്കാര രീതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുടക്കല്ല്, തൊപ്പിക്കല്ല്, കന്മേശ, മുനിയറ, കൽത്തൊട്ടി ഇതൊക്കെ മഹാശിലാസ്മാരകങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് നന്നങ്ങാടികളെക്കുറിച്ച്. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് നന്നങ്ങാടികൾ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? മഹാശിലാസ്മാരകത്തിൻ്റെ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന സാധനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി അടുത്തത് പുരാവസ്തുക്കളിൽ ഗുഹകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നുണ്ട് എടയ്ക്കൽ ഗുഹ. എടയ്ക്കൽ ഗുഹ വയനാടാണ്. അതുപോലെ തന്നെ മറയൂർ, അത് ഇടുക്കി ജില്ലയിലാണ്. ആങ്കോട്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തെന്മല
കോട്ടുക്കൽ, അത് കൊല്ലം ജില്ലയിലാണ്. ഇവിടെയൊക്കെ എന്തുണ്ട്, പ്രാചീന ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗുഹകളുണ്ട്. അതിലേറ്റവും പ്രശസ്തമാണ് നവീന ശിലായുഗത്തിലെ ശേഷിപ്പായിട്ടുള്ള വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ. ഇനി ഈ ഗുഹകളൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. എടക്കൽ ഗുഹയെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് എടക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് എടക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ എന്താണ്, ഗുഹാചിത്രങ്ങളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഗുഹാചിത്രങ്ങളിൽ നിന്ന് അവരുടെ ജീവിതശൈലിയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് പുരാലിഖിതങ്ങൾ, പഴയകാലത്തെ എഴുത്തുകൾ. അപ്പോൾ പഴയകാലം എഴുതിയിരുന്നത് ലോഹത്തകിടുകളിലും ഓലകളിൽ ശിലകളിലൊക്കെയാണ്. അത്തരം എഴുതപ്പെട്ടിട്ടുള്ള ലിഖിതങ്ങളെയാണ് പുരാലിഖിതങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മെസപ്പൊട്ടേമിയക്കാരുടെ ക്യൂണിഫോം ലിപി, അതൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള എഴുത്ത് രീതിയാണ്. അതുപോലെ ചിത്രലിപി ആയിരുന്നു ഹരപ്പൻകാർക്കുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് ഇതൊന്നും എന്ത് ചെയ്തില്ല, വായിച്ചെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഖരോഷ്ടി, അതുപോലെ തന്നെ പറയുന്നുണ്ട് ബ്രാഹ്മി ലിപികളൊക്കെ പണ്ടത്തെ കാലത്തെ എഴുത്തുകൾക്ക് ഉദാഹരണമാണ്. ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി എന്ന് പറയുന്നത് ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം. ഇനി കേരളത്തിൽ ഒരുപാട് ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. തരിസാപ്പള്ളി ലിഖിതം, അത് കൊല്ലത്ത് നിന്നാണ് കണ്ടെടുത്തത്. ജൂതശാസനം, അത് മട്ടാഞ്ചേരിയിൽ നിന്നാണ് കണ്ടെടുത്തത്. ചാലിയം ശാസനം, ആലപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ് വകുപ്പാണ് നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഴുത്താണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാരാണ്? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ കാലത്തുള്ളതാണ് കേട്ടോ. അടുത്തത് പുരാവസ്തുക്കളിൽ കോട്ടകളും കൊട്ടാരങ്ങളെയും കുറിച്ചാണ്. രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായിട്ടാണ് കോട്ടകൾ നിർമ്മിച്ചിരുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ രാജാഭരണമൊക്കെ ആയിരുന്നു നിലനിന്നിരുന്നത്. രാജാക്കന്മാരൊക്കെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വലിയ വലിയ കോട്ടകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വലിയ കോട്ടകൾക്ക് ഉദാഹരണമാണ് ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ. അതുപോലെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കൊട്ടാരങ്ങളാണ് പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറയ്ക്കൽ കൊട്ടാരം, കൃഷ്ണപുരം കൊട്ടാരം, കൂടാതെ കോയിക്കൽ കൊട്ടാരം. ഇതൊക്കെ എന്താണ്? ചരിത്രകാലത്തെക്കുറിച്ച് വിവരം നൽകുന്ന ചരിത്ര സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇവിടെ ബേക്കൽ കോട്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപ്പുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, അതുപോലെ രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഈ ബേക്കൽ കോട്ടയിൽ ഉണ്ട്. ഓർത്തു വെക്കുക, 17-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ചരിത്ര സ്രോതസ്സാണ്. അടുത്തത് പഴയ കാലത്തേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു പുരാവസ്തു തെളിവാണ് ഏതെന്ന് പറയുന്നത് നാണയങ്ങൾ. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നതിന് സഹായിക്കുന്നൊരു ഘടകമാണ് നാണയങ്ങൾ. അപ്പം നാണയത്തെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. പണ്ടത്തെ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങൾക്ക് ഉദാഹരണമാണ് കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയവ. ഇനി ഈ നാണയങ്ങളുടെ ഒരു പ്രത്യേകത, ഈ നാണയങ്ങളിൽ നിന്ന് നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ, നാണയം ഉണ്ടാക്കിയ ലോഹം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ചിത്രത്തിൽ പഴയകാല നാണയങ്ങളെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഇത് ഒരു രാജ്യത്തിൻ്റെ അല്ല, ഒരുപാട് രാജ്യങ്ങളുടെ ഉണ്ട്. പണ്ടത്തെ വ്യാപാര ബന്ധങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് വ്യാപാര ബന്ധം തുടർന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്കിതിലൂടെ സാധിക്കും. ഇനി ഇവിടെ വീരരായൻ പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
കോഴിക്കോട് ഭരിച്ചിരുന്നതാരാണ്? സാമൂതിരിമാരാണ്. അവരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം. 1667 മുതൽക്കാണ് വീരരായൻ പണം അച്ചടിക്കാൻ തുടങ്ങിയത്. സ്വർണത്തിലാണ് ഈ നാണയം നിർമ്മിച്ചത്. ഈ നാണയത്തെ വിദേശീയർ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പൊൻപണം എന്ന് പറയുന്നത് വീരരായൻ പണമാണ്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവയാണ് വീരരായൻ പണത്തിൽ കാണപ്പെടുന്നത്. വീരരായൻ പണത്തിൽ എന്തൊക്കെ കാണാൻ പറ്റും? വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം. അടുത്തത് ചരിത്ര സ്മാരകങ്ങൾ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ്. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് അത് നടത്തിയിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചാണ്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്കെതിരായ സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി എന്ന് പറയുന്നത്. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1513 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. ഇപ്പോൾ കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് വിവിധ വിദേശ രാജ്യങ്ങളുമായിട്ട് കോഴിക്കോടിനുണ്ടായ വ്യാപാര ബന്ധത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കോഴിക്കോടുള്ള ചരിത്ര സ്മാരകങ്ങളാണ്. ഇവയൊക്കെ വിദേശ ആധിപത്യത്തിനെക്കുറിച്ചുള്ള തെളിവുകൾ നൽകുന്ന ചരിത്ര സ്രോതസ്സുകളാണ്. ഇനി കുറേ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ സിനഗോഗ് എന്ന് പറയുന്നത് ജൂത പള്ളിയാണ്. അത് മട്ടാഞ്ചേരിയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വാഗൺ ട്രാജഡി അത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലെ കരുമാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് സാഹിത്യ സ്രോതസ്സുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്